ഇന്ന് വൈകുന്നേരം 4 മണി ഇന്ത്യയുടെ ചരിത്രത്തിന്റെ സമയരേഖയിലും നക്ഷത്ര ശോഭയിൽ എഴുതപ്പെടും. 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തി. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. വിക്ഷേപണ രംഗത്ത് ഇന്ന് ലോകത്തെ ഏത് സ്പേസ് ഏജൻസിയോടൊപ്പവും മാറ്റുരയ്ക്കാൻ ശേഷിയുള്ള സ്ഥാപനമാണ് നമ്മുടെ ഇസ്രോ. ബഹിരാകാശ ഗവേഷണ രംഗത്തും കരുത്തുകാട്ടാൻ ഇസ്രോ തയ്യാറെടുക്കുമ്പോൾ ശുഭാംശു ശുക്ല ഭാഗമായ ആക്സിയം 4 മിഷൻ അതിനിർണായകമായ ചുവടുവയ്പ്പാണ് നമ്മളെ സംബന്ധിച്ചും. ബഹിരാകാശത്ത് സ്ഥിര മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കാനാവുന്നില്ലെന്ന കുറവ് ഇന്ത്യക്കുണ്ടായിരുന്നു. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾക്കും തുടക്കമായിരിക്കുന്നു. ഇന്ത്യക്ക് എത്ര വലുതാണ് ഇന്ന് ശുഭാംശു ശൂന്യാകാശത്ത് വെച്ച ആ ചുവട്? RDX റാപ്പ് അത് പരിശോധിക്കുന്നു. Contact and soft capture complete. 28 മണിക്കൂർ സഞ്ചരിച്ചാണ് പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയത്. വൈകിട്ട് 3:50 ഡോക്കിംഗ് ആരംഭിച്ചത്. പേടകം ബഹിരാകാശ നിലയത്തിന്റെ ഹാർമണി മൊഡ്യൂളിന്റെ പോർട്ടിലേക്ക് കണക്ക് കൂട്ടിയതുപോലെ കിറുകൃത്യം ഡോക്ക് ചെയ്തു. ചരിത്ര നിമിഷം പിറന്നു. മൊഡ്യൂളിലെയും ബഹിരാകാശ നിലയത്തിലെയും മർദ്ദവ്യത്യാസം ക്രമീകരിച്ചതിന് ശേഷം സഞ്ചാരികൾ ഓരോരുത്തരായി നിലയത്തിലേക്ക് കടന്നു. നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയും ആക്സിയം സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായ പെഗ്ഗി വിറ്റ്സനാണ് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. മിഷൻ പൈലറ്റ് നമ്മുടെ സ്വന്തം ശുഭാംശു ശുക്ല. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ കമാൻഡർ കൂടിയാണ് ശുഭാംശു. ആക്സിയം 4 ദൗത്യത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ശുഭാംശു 60ഓളം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തും. സമീപഭാവിയിൽ സ്വന്തം നിലയ്ക്ക് ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് ശക്തി പകരുന്നതാണ് ശുഭാംശു ശുക്ലയുടെ യാത്ര. RDX റാപ്പ് ന്യൂസ് മലയാളം. ബഹിരാകാശത്ത് നിന്ന് നമസ്കാരം. എനിക്കൊരു കുഞ്ഞിനെ പോലെ സ്വയം തോന്നുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്യുന്നതിന് മുൻപ് രാവിലെ ശുഭാംശു ശുക്ല ഇന്ത്യക്കാർക്ക് സന്ദേശം കൈമാറി. ആ വീഡിയോ നമുക്ക് കണ്ടുവരാം. Hello everyone, namaskar from space. I'm thrilled to be here with my fellow astronauts, as Peggy said, 1 veteran and 3 rookies, and wow, what a ride it was. Frankly, when I was sitting in the capsule in Grace yesterday on the launch pad, my only thought in my mind was that let's just go. After 30 days of quarantine, it was a feeling that I just wanted to go. You know, the excitement and all was, probably far away. It was just the feeling that let's just leave here. But when the ride started, it was something like you getting pushed back into the seat. It was an amazing ride. ആക്സിയം 4 ദൗത്യവുമായി അന്താരാഷ്ട്ര ബഹിരാകാശ ലക്ഷ്യമിട്ട് കുതിച്ച സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം ഇന്ത്യൻ സമയം 3:50 ഡോക്കിംഗ് നടപടികൾ ആരംഭിച്ചത്. ഷെഡ്യൂൾ ചെയ്തിരുന്നതിലും 30 മിനിറ്റ് മുമ്പേ പേടകം ബഹിരാകാശ നിലയത്തോട് ചേർന്നു. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. Dragon contact and soft capture complete. ആക്സിയം 4 മിഷൻ നാസ സഹകരണത്തോടെ ആക്സിയം സ്പേസ് സ്വകാര്യ കമ്പനി നടത്തുന്ന 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രയാണിത്. ശാസ്ത്രീയ ഗവേഷണം, ആശയവിനിമയം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ലക്ഷ്യങ്ങൾ. പെഗ്ഗി വിൻസൺ, ടിബോർ കപൂർ, സ്ലാവോഷ് എന്നിവരും സംഘത്തിലുണ്ട്. സംഘം 14 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയും. ആദ്യം വിക്ഷേപണം തീരുമാനിച്ചത് മെയ് 29-നാണ്. ജൂൺ 8, 10, 11, 19, 22 തീയതികളിലേക്ക് പലതവണ മാറ്റി. ഫാൽക്കൺ 9 റോക്കറ്റിലെ ഓക്സിജൻ ചോർച്ചയും പ്രതികൂല കാലാവസ്ഥയും ഇതിന് കാരണമായിരുന്നു. ഇന്ത്യക്കിത് നിർണായകമാണ്. കാരണം 2035 സ്വന്തമായി ബഹിരാകാശ നിലയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇന്ത്യക്ക് ഈ യാത്ര നിർണായകമാണ്. മൈക്രോ ഗ്രാവിറ്റി ഗവേഷണത്തിനായി ഇന്ത്യക്ക് വേണ്ടി ശുഭാംശു അവിടെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. 41 വർഷത്തിന് ശേഷമാണ് ബഹിരാകാശത്തും ആദ്യമായി ബഹിരാകാശ നിലയത്തിലും എത്തുന്ന ഇന്ത്യക്കാരനായി ശുഭാംശു മാറുന്നത്. UP സ്വദേശിയായ ശുഭാംശു വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2000 മണിക്കൂറിലധികം വ്യോമമാർഗം വിമാനം പറത്തിയിട്ടുള്ള അനുഭവ പരിചയമുള്ള ആളുമാണ് ശുഭാംശു.
നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. അഗസ്റ്റ് സെബാസ്റ്റ്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സെബാസ്റ്റ്യൻ, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. 84 പണ്ട് രാകേഷ് ശർമ്മ പോയപ്പോൾ വലിയ ആവേശത്തോടെ അതിനെ കണ്ടത്, കൊച്ചു കുട്ടികളായി അതിനെ കണ്ടതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ആ ആവേശം അതിൻ്റെ 10 മടങ്ങ് നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കാരണം ശുഭാൻഷുവിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തമായി ബഹിരാകാശത്ത് സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ട പരീക്ഷണങ്ങളിലേക്കും അതിനുവേണ്ട നടപടികളിലേക്കുമൊക്കെയുള്ള ആദ്യ ചുവട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഇതിനെ കാണാനാവുക? തീർച്ചയായിട്ടും ഹർഷൻ പറഞ്ഞതുപോലെ ഒരു 41 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ നേരത്തെ രാകേഷ് ശർമ്മ പോകുന്നത് സോവിയറ്റ് യൂണിയൻ്റെ മിഷൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം അതിനകത്ത് അതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു എലമെൻറ്റ് കൂടിയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ എല്ലാ തരത്തിലുമുള്ള ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ വലുതാക്കുന്നത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ വലിയ സഹായം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടി ഭാഗം തന്നെ അവരുടെ അഭിമാന പ്രോജക്റ്റുകളായിരുന്നു സ്പേസ്. നമുക്കറിയാം സോവിയറ്റ് യൂണിയനാണ് ആദ്യമായി ഒരാളെ ബഹിരാകാശത്തേക്ക് യൂറി ഗഗാറിനെ അയക്കുന്നതൊക്കെ തന്നെ. ആദ്യമായി സ്ത്രീയെ അയക്കുന്നത് സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ഇന്ത്യ ഒരു അലൈ എന്ന നിലയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരം കൊടുക്കുന്നതിൽ ഒട്ടും മടിക്കാത്ത ഒരു രാജ്യം കൂടിയായിരുന്നു അത്. അങ്ങനെയാണ് രാകേഷ് ശർമ്മ 1984 ബഹിരാകാശത്തേക്ക് പോകുന്നത്. നോക്കൂ, അതിനുശേഷം ഇത്രയും ഏതാണ്ടൊരു അരനൂറ്റാണ്ട് എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ഉള്ള കാലദൈർഘ്യത്തിനിടയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മാൻ മിഷൻ നടത്താൻ സാധിക്കുന്നത് എന്ന നിലയ്ക്കാണ് ഇതിനെ നമ്മൾ അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെ കാണേണ്ടത്. നമുക്കറിയാം നേരത്തെ തന്നെ സുനിത വില്യംസ് അടക്കം കൽപ്പന ചാവളയൊക്കെ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ സ്പേസിൽ പോവുകയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവരാരും പൂർണ്ണമായും ഇന്ത്യൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ത്യൻ വംശജർ എന്നൊക്കെയുള്ള തരത്തിലുള്ള അഭിമാനങ്ങളിലായിരുന്നു നാം ഇപ്പോഴും അഭിരമിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതാ പൂർണ്ണമായും അതിൻ്റെ ഈ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരാൾ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ആദ്യമായി ബഹിരാകാശത്തേക്ക് പോകുന്നു. അതുമാത്രമല്ല അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി ശുഭാൻഷു ശുക്ല മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർഷൻ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഗഗൻയാൻ 2027 വരാൻ പോകുന്ന ഗഗൻയാൻ 3 പേരടങ്ങുന്ന ഒരു ഹ്യൂമൻ ക്രൂ അതിലെ ഒരു 400 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് അയക്കുന്ന ഒരു ദൗത്യം വരാൻ പോകുന്നു. ആ ദൗത്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ സ്റ്റെപ്പും കൂടിയാണിത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വലിയ പ്രാധാന്യവുമുള്ള ഒരു ദൗത്യം കൂടിയാണ് അതിൽ. തീർച്ചയായും ഈ നാനോ ബാക്ടീരിയ പഠനം, ഒപ്പം തന്നെ പേശികളുടെ പുനരുജ്ജീവനം സംബന്ധിച്ച പഠനം ഒക്കെ ഇതിൻ്റെ ഭാഗമാണല്ലോ. സവാൻ, ഇതിൻ്റെ ഈ ദൗത്യത്തിലെ ഇത്തരം പഠനങ്ങളുടെ പ്രത്യേകത ഏതാണ്ട് 60 തരം വിവിധ വിഷയങ്ങളിലുള്ള ഗവേഷണങ്ങളും പഠനമൊക്കെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം തരത്തിൽ നിർണായകമായ പഠനങ്ങളുണ്ട്? അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ ഷംഷീർ വയലിൻ്റെയൊക്കെ സ്ഥാപനങ്ങളുടെ പരീക്ഷണങ്ങളൊക്കെ ഇതിന് സമാന്തരമായി ഈ കൂട്ടത്തിൽ നടക്കുന്നു എന്ന് പറയുന്നു. പലതരത്തിൽ മലയാളി ബന്ധമുള്ള ഒരു ദൗത്യമാണത്. ഇദ്ദേഹം പോയില്ലെങ്കിൽ പകരം പോകാനിരുന്നത് മറ്റൊരു മലയാളിയാണ് എന്നുള്ള കൗതുകമുണ്ട്. പണ്ട് രവീഷ് മൽഹോത്ര ഇതുപോലെ കാത്തിരുന്നതൊക്കെ ഇപ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്, പണ്ടത്തെ രാകേഷ് ശർമ്മയുടെ ദൗത്യത്തിൽ. അപ്പോൾ അതുപോലെ കുറേ സംഭവ പരമ്പരകളും കുറേ പരീക്ഷണങ്ങളും അത്തരം ആ നിലയ്ക്കുള്ള ദൗത്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എന്താണ് അതിൻ്റെ വിവരങ്ങൾ? നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങൾ, അതായത് ഈ 4 അംഗങ്ങളുള്ള ക്രൂ ആണ് ഇപ്പോൾ ഈ ഗ്രേസ് എന്ന് പറയുന്ന പേടകത്തിൽ ഉള്ളത്. അപ്പോൾ അതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ISRO ശുഭാൻഷു ശുക്ലയെ ഏൽപ്പിച്ചിരിക്കുന്നത് 7 പരീക്ഷണങ്ങളാണ്. ആകെ 31 രാജ്യങ്ങൾക്ക് വേണ്ടി 60-ലധികം പരീക്ഷണങ്ങൾ ഇവരൊക്കെ തന്നെ നടത്തും. നേരത്തെ വിട്ടുപോയ ഹംഗറിയും പോളണ്ടും ആണ് മറ്റേ 2 ആളുകൾ. അവരും അവരുടെ ഇന്ത്യയെ പോലെ തന്നെ ചരിത്രം കുറിക്കുന്നൊരു സാന്നിധ്യം കൂടിയാണ് അവരുടെ. കാരണം അവരും സോവിയറ്റ് യൂണിയനൊപ്പമായി പോയത്. ഇപ്പോൾ അവർ സ്വന്തമായൊരു മിഷൻ നടത്തും. നമുക്ക് ഇതിനകത്ത് ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ 7 പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ, നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ മൈക്രോ ഓർഗാനിസം അവിടെ ഗ്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് പയർമണികളൊക്കെ തന്നെ സ്പേസിൽ വളർത്തിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ, മസിൽ റീജനറേഷനുമായി ബന്ധപ്പെട്ട ഇത്. അതുമാത്രമല്ല, നമുക്കറിയാം ഏതൊരു കാലാവസ്ഥയെയും ഏത് കാലാവസ്ഥ എക്സ്ട്രീമിറ്റികളെയും അതിജീവിക്കുന്ന ഒരു സൂക്ഷ്മ ജീവിയുണ്ട്. ആ ജീവിയുടെ സർവൈവൽ സ്പേസിൽ എങ്ങനെയാണ് എന്നടക്കമുള്ള പരീക്ഷണങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും ISRO ശുഭാൻഷു ശുക്ലയെ ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ടെക്നോളജി, സാങ്കേതികമായി അത് ഹ്യൂമൻ ടെക്നോളജി ഇൻ്റർഫേസ് സ്പേസിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പ്രധാനമായും ഇത് ശുഭാൻഷു ശുക്ല ISROയ്ക്ക് വേണ്ടി നിർവഹിക്കുക. ഒപ്പം തന്നെ നാസയ്ക്കൊപ്പം തന്നെ നിരവധി പരീക്ഷണങ്ങളൊക്കെ തന്നെയും ഇത് ശുഭാൻഷു ശുക്ല അതിൽ പങ്കുചേരുകയും ചെയ്യും.
റൈറ്റ്. എന്തായാലും ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് ഇത്. അതിൽ ഇപ്പോൾ 2035 ഗഗൻയാൻ പൂർത്തീകരിക്കും എന്നുള്ളത് സാധാരണ മട്ടിൽ നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സാധ്യമാണോ എന്ന ചിന്തയാണ് സ്വാഭാവികമായും വരിക. അതിൽ എത്ര നിർണായകമാണ് ഈ ദൗത്യം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഗഗൻയാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ അത് പൂർത്തിയാക്കുന്നത് ഗഗൻയാനോട് കൂടി ആയിരിക്കും. അതിലൊരു 3 പേരടങ്ങുന്ന സംഘമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു 400 കിലോമീറ്റർ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നൊരു മിഷനായിരിക്കും. ഈ പറയുന്ന ഇപ്പോൾ ഈ ആക്സിയം 4 ആയാലും മറ്റതൊക്കെ തന്നെ നാസ, സ്പേസ് എക്സ് പോലെയുള്ള ഏജൻസികളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ സഹകരണത്തോടു കൂടിയൊക്കെ നടക്കുക. അപ്പോൾ ഇതിന് തയ്യാറാവുന്ന ആളുകളെ ഇത് സംബന്ധിച്ച് വളരെ നീണ്ട പരീക്ഷണങ്ങളാണ്. ഇപ്പം ശുഭാൻഷു ശുക്ലയുടെ കാര്യം നോക്കിയാൽ തന്നെ നമുക്കറിയാം, അയാൾ കാർഗിൽ യുദ്ധത്തിൽ ശേഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു വൈമാനിക താല്പര്യം വലിയ രീതിയിൽ ഉണ്ടാവുകയും അങ്ങനെ രഹസ്യമായി അദ്ദേഹം NDA അതായത് ഡിഫൻസ് അക്കാഡമി എക്സാം എഴുതി അതിൽ കയറി അങ്ങനെ അദ്ദേഹത്തിന് പൈലറ്റിൻ്റെ പരീക്ഷ IAF-ലേക്ക് വരുന്നു. അതിൽ നിന്നാണ് ശുഭാൻഷു ശുക്ലയെ ISROയുടെ ഇതിലേക്ക് വരികയും പിന്നീട് അദ്ദേഹത്തിന് ഈ മാൻവിഷൻ പ്രോജക്റ്റിലേക്ക് പറ്റുമോ എന്ന് നോക്കുന്നു. അങ്ങനെ നിരവധി ആളുകളുടെ ഒരു ക്രൂവിനെ പരിശീലിപ്പിച്ച് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ആളുകളിൽ പെടുന്നു. അപ്പോൾ അദ്ദേഹം ആക്സിയം 4-ൽ വരുന്നു. അപ്പോൾ ഗഗൻയാൻ മിഷൻ്റെ ഭാഗമായി വരുന്ന സമയത്ത് ഈ 3 ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോമ്പീറ്റൻ്റായ ആളുകളെയാണ് നമ്മൾ ലഭിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ ആക്സിയം 4-ൽ ഇയാൾ ഒരു പൈലറ്റ് എന്ന നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു ബാക്കപ്പ് ക്രൂ എന്ന നിലയ്ക്ക് ഒരു മലയാളി കൂടി ഇതിലുണ്ട് എന്നുള്ളത്. അദ്ദേഹവും ഗഗൻയാൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായി റഷ്യയിലടക്കം വലിയ പരിശീലനങ്ങൾ ദീർഘകാലമായി 2019 ഈ ഗഗൻയാൻ്റെ ഭാഗമായൊരു അദ്ദേഹത്തിന് ഒരു തിരഞ്ഞെടുക്കപ്പെടുകയും ആ ക്രൂവിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ നമുക്ക് നീണ്ട കാലത്തെ പരിശീലനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പേസിൽ പോയി ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെത്തി അവിടെ 14 ദിവസം ചിലവഴിച്ച് അവിടെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി വിജയകരമായി അദ്ദേഹം തിരിച്ചെത്തിയാൽ അത് ഗഗൻയാനെ സംബന്ധിച്ചിടത്തോളം ആ ഗഗൻയാൻ്റെ ഇപ്പോൾ പ്ലാനിങ്ങിനെ എത്ര മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കുതിപ്പാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 41 വർഷത്തിന് ശേഷമാണ് ഒരാൾ വീണ്ടും ബഹിരാകാശത്തേക്ക് പോകുന്നത്. അതിപ്പോൾ മുമ്പ് രാകേഷ് ശർമ്മ പോയപ്പോൾ ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. ബഹിരാകാശ നിലയത്തിൽ താമസിക്കാനും 14 ദിവസം അവിടെ താമസിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടാനും ഇന്ത്യയുടെ സ്വന്തം പദ്ധതിയായ 2035 ഗഗൻയാനെ വേണ്ട പരീക്ഷണങ്ങളും ഒക്കെ നടത്താനും കൂടിയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എന്തായാലും വിജയകരമായി തന്നെ ആ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. 1984 ബഹിരാകാശത്ത് സ്പേസ് വാക്ക് നടത്തിയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ 90s കിഡ്സിൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ ആയിരിക്കും. ആ ഓർമ്മകൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൻ്റെ പഴക്കമായിരിക്കുന്നു. ജെൻ ആൽഫ കുട്ടികൾക്ക് ഇതാ ഒരു ഇന്ത്യൻ ഹീറോയെ തന്നു ഈ വൈകുന്നേരം. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. നീണ്ട 4 പതിറ്റാണ്ടിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തി എന്നത് മാത്രമല്ല കാര്യം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൽ നാഴികക്കല്ലാകാനിരിക്കുന്ന ഗഗൻയാൻ എന്ന അഭിമാന ദൗത്യത്തിന് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്തും ഓരോ നിമിഷവും മുതൽക്കൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ശുഭാൻഷു നേടുന്ന ആകാശാനുഭവങ്ങൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സമ്പത്തായി മാറുകയുമാണ്. 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലിരുന്ന് ഭൂമിയെ ചുറ്റുന്ന ശുഭാൻഷു ശുക്ലയ്ക്ക് RDXൻ്റെ സല്യൂട്ട്. അടുത്ത വിഷയത്തിൽ